ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇസ്രായേലിന്റെ മഹത്വമായ സ്വർഗത്തിലെ ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യ പട്ടണമായ അസ്തോദിലും ദാഗോന്റെ ക്ഷേത്രത്തിലും നാം കാണുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ കഠിനമായ പാപങ്ങൾ നിമിത്തമാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം സ്വർഗത്തിലെ ദൈവം അനുവദിച്ചത് എന്നുള്ളത് വചനം പഠിക്കുമ്പോൾ നാം കാണുന്ന ചിത്രമാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം ഓർത്ത വിഷയവുമാണ്. എന്നാൽ ഇസ്രായേലിൽ നിന്ന് ഈ പറയുന്ന ഫെലിസ്ത്യ ദേശത്തേക്ക് പെട്ടകം എത്തപ്പെട്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം ഫെലിസ്ത്യരുടെ മേൽ ന്യായവിധി നടത്തി തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങ് കേൾക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 59-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയ്ക്ക് സ്വാഗതം. ദാഗോന്റെ ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം എത്തുകയാണ് 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ. എന്നാൽ തുടർന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ സ്വർഗത്തിലെ ദൈവം നടത്തുന്ന ന്യായവിധി ഫെലിസ്ത്യരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭയം അവരുടെ മേൽ വീഴ്ത്തുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി 3-4 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ കവിണ്ണ് വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവൻ്റെ സ്ഥാനത്ത് നിർത്തി. 4-ാം വാക്യം. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ കവിണ്ണ് വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോൻ്റെ തലയും അവൻ്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞ് കിടന്നു. ദാഗോൻ്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. ഫിലിസ്ത്യർ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവരുടെ ദേവനായ ദാഗോനെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ സ്വസ്ഥാനത്ത് നിർത്തുവാൻ പോലും കഴിഞ്ഞില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുൻപിൽ നിൽപ്പാൻ ജാതീയ ദേവനായ ദാഗോന് ഒട്ടും ത്രാണിയില്ലായിരുന്നു. ഓർക്കുക, സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മുൻപാകെ തിരുമുൻപാകെ നേർന്നു നിൽക്കുവാൻ ആർക്ക് കഴിയും? അവിടുത്തെ മുൻപാകെ, ആ വിശുദ്ധമായ നാമത്തിന് മുൻപാകെ നിൽക്കുവാൻ ത്രാണിയുള്ള ആരും പ്രപഞ്ചത്തിലില്ല. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമത്തിന് മുൻപാകെ നിൽപ്പാൻ ത്രാണിയുള്ള ഒരു പൈശാചിക ശക്തിയുമില്ല എന്നുള്ളത് ദൈവ പൈതലായ അങ്ങ് തിരിച്ചറിയണം. അങ്ങയുടെ ഉള്ളിൽ തന്നിട്ടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങയ്ക്ക് സാത്താൻ്റെ കോട്ടകളെ ജയിക്കുവാനായിട്ട് കഴിയും. എന്നാൽ കൃപയിൽ ആശ്രയിക്കണമെന്ന് മാത്രം. അങ്ങയുടെയോ എൻ്റെയോ കഴിവുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാൻ ക്രിസ്തീയ ജീവിതത്തിൽ സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട്, ശക്തി കൊണ്ട് നമുക്ക് അരിനിരകളെ വെല്ലുവിളിക്കുവാനും ദൈവനാമത്തിൽ ജയിക്കുവാനും കഴിയുമെന്നുള്ളത് ഉറച്ചു നാം വിശ്വസിക്കേണ്ടുന്നതാണ്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. പിശാചും അവൻ്റെ സൈന്യവും ദൈവസഭയ്ക്ക് നേരെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരുടെ നേരെ നിരന്നു നിൽക്കുമ്പോൾ കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത്. മറിച്ച് കാൽവറിയുടെ ക്രൂശിൽ പിശാചിൻ്റെ തലയെ തകർത്ത് പിശാചിനെ ആയുധവർഗം വെപ്പിച്ച ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ കർത്താവിൻ്റെ പദ്ധതികൾ ഭൂമിയിൽ നിവർത്തിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു വെച്ചെങ്കിലും ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ കവിണ്ണു വീണ് കിടക്കുന്ന ദാഗോനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
ഞാനതിനെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക: സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന, സമ്പൂർണ്ണ പരാജയം സമ്മതിക്കുന്ന പിശാചിൻ്റെ ശക്തികളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് ഭൂമി ദുഷ്ടൻ്റെ അധീനതയിൽ ദൈവം അനുവദിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഹൃദയവേദന ഉണ്ടാകുമെങ്കിലും ഒരു കാര്യം സത്യമാണ്: ഒരിക്കൽ പിശാചിനെയും അവൻ്റെ സകല സൈന്യത്തെയും നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് തൻ്റെ ജനത്തെ സ്വർഗത്തിൽ നിത്യകാലം വസിപ്പിക്കുന്ന ഒരു ദിവസം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുവരെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കുവാനുള്ള എല്ലാ കൃപയും നമുക്ക് സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. 8-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ് ഹൃദയത്തിലുള്ളത്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ആ നാമത്തിൻ്റെ ശ്രേഷ്ഠത, ആ നാമത്തിൻ്റെ വലിപ്പം, ആ നാമത്തിൻ്റെ ഔന്നിത്യം, ആ നാമത്തിൻ്റെ സർവശക്തി, ആ നാമത്തിൻ്റെ വിശുദ്ധി മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ നിൽക്കാകുന്നവൻ ആരുമില്ല. ദേവന്മാരിൽ അവിടുത്തേക്ക് തുല്യനായി മറ്റാരുമില്ല. തിരുനാമം പോലെ ശ്രേഷ്ഠമായ മറ്റൊരു നാമവുമില്ല എന്നുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, ഫെലിസ്ത്യരുടെ മണ്ണിൽ അവിടുത്തെ കരത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ് നാം ഇന്നത്തെ ചിന്തയിലൂടെ കണ്ടത്. അങ്ങക്ക് ജയിക്കാനായിട്ട് കഴിയും. അങ്ങക്ക് പാപത്തെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കർത്താവിൽ തന്നെ ശരണപ്പെടുക. അങ്ങയ്ക്കത് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പാപമോചനം വരാത്തവരായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ: നിങ്ങൾക്ക് പാപത്തെ ജയിക്കുന്ന ഒരു ജീവിതം ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് എന്താണ്? കാൽവറിയുടെ ക്രൂശിൽ പിശാചിനെ തോൽപ്പിച്ച് 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് അങ്ങ് സമ്മതിക്കണം. യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ ക്ഷണിക്കണം. ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കണം. യേശുക്രിസ്തുവിന് മാത്രമേ അങ്ങയുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശുവിനെ മാത്രം ഏക കർത്താവും ഏക ദൈവവും ഏകരക്ഷിതാവുമായി സ്വീകരിക്കുമെങ്കിൽ അങ്ങയ്ക്ക് വിജയിക്കുന്നൊരു ജീവിതം സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.